ആദ്യ ഭാര്യ രശ്മിയെ കൊലപ്പെടുത്തിയ കേസിലാണ് ബിജു രാധാകൃഷ്ണനും അമ്മ രാജമ്മാളും കുറ്റക്കാരാണെന്ന് കൊല്ലം ജില്ലാ പ്രിൻസിപ്പൽ സെഷൻ കോടതി വിധിച്ചത്. കൊലപാതകം, തെളിവ് നശിപ്പിക്കൽ, സ്ത്രീധന പീഡനം, കുട്ടിയെ ഉപദ്രവിക്കൽ എന്നീ കുറ്റങ്ങൾ ബിജു ചെയ്തെന്ന പ്രോസിക്യൂഷൻ വാദം കോടതി അംഗീകരിച്ചു. രണ്ടാം പ്രതി രാജമ്മാൾ സ്ത്രീധനം ആവശ്യപ്പെട്ട് രശ്മിയെ ഉപദ്രവിച്ചിരുന്നതായും കോടതി കണ്ടെത്തി. സ്ത്രീധന പീഡനമായിരുന്നു ഇവർക്കുമേൽ ചുമത്തപ്പെട്ടിരുന്നത്. സാഹചര്യ തെളിവുകൾക്ക് പുറമെ ശാസ്ത്രീയ തെളിവുകളും ഇരുവർക്കുമെതിരാണെന്ന് കോടതി കണ്ടെത്തി. ഇരുവർക്കുമെതിരെയുള്ള ശിക്ഷ ഈ മാസം 25-ന് വിധിക്കും. ബിജു രാധാകൃഷ്ണൻ, രശ്മി ദമ്പതികളുടെ മകന്റെ മൊഴിയും കേസിൽ നിർണായകമായി. ഒന്നും രണ്ടും പ്രതികൾ, അതായത് ബിജു രാധാകൃഷ്ണൻ മാതാവും രശ്മിയെ മാനസികമായി ശാരീരികമായി പീഡിപ്പിച്ചു എന്നുള്ള 498 എന്നുള്ള കുറ്റകൃത്യത്തിനും കുറ്റക്കാരാണ് എന്ന് കോടതി കണ്ടെത്തിയിരിക്കുകയാണ്. 2006 ഫെബ്രുവരി 4-നായിരുന്നു ബിജുവിന്റെ കുളക്കടയിലെ വസതിയിൽ രശ്മിയെ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ലോക്കൽ പോലീസ് അന്വേഷിച്ച കേസ് 2008-ൽ ക്രൈംബ്രാഞ്ച് ഏറ്റെടുത്തു. ക്രൈംബ്രാഞ്ച് ഡിവൈഎസ്പി CG സുരേഷ് കുമാറിന്റെ നേതൃത്വത്തിലുള്ള സംഘം നടത്തിയ അന്വേഷണത്തിൽ മരണം കൊലപാതകമാണെന്ന് തെളിഞ്ഞു. അതേസമയം കേസിൽ സരിത S. നായരെ പ്രതി ചേർക്കണമെന്നാവശ്യപ്പെട്ട് ക്രൈം നന്ദകുമാർ സമർപ്പിച്ച ഹർജി കോടതി തള്ളി. ക്രൈംബ്രാഞ്ച് ആരോപിച്ച കുറ്റങ്ങളെല്ലാം കോടതിയിൽ തെളിയിക്കാനായി എന്നത് പ്രോസിക്യൂഷന്റെ വിജയമായി. കൊല്ലം ജില്ലാ കോടതി വളപ്പിൽ നിന്നും ക്യാമറമാൻ സാദിഖ് പറക്കലിനൊപ്പം PL കിരൺ, മീഡിയ 1.